സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. വിശുദ്ധ ബൈബിളിൽ നിന്ന് അല്പസ്വല്പം സംസാരിക്കുവാൻ പ്രിയ ദൈവജനമേ കർത്താവിൽ ശരണപ്പെടുന്നു. സ്തോത്രം. ഡിറ്റോ വടക്കൻ അക്കീക്കാവൂ. സ്തോത്രം. ഉടമ്പടി എന്ന വിഷയത്തെ ആസ്പദമാക്കി, കവനൻ്റ് അല്ലെങ്കിൽ ഉടമ്പടി എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പസ്വല്പം സംസാരിക്കട്ടെ. സ്തോത്രം. താങ്കൾ വിലയേറിയ സ്വത്തെ ഈ പ്രഭാതവേളയിൽ തന്നെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. സ്തോത്രം. നമ്മെ ഓരോരുത്തരും കണ്ടുകൊണ്ട് യേശു ക്രൂശ് സഹിച്ചു. തനിക്ക് വേണമെങ്കിൽ ക്രൂശിൽ നിന്നിറങ്ങി വരാമായിരുന്നു. യഹൂദ പ്രമാണിമാർ പറഞ്ഞു, നീ ദൈവത്തിനെ ഈ ക്രൂശിൽ നിന്നിറങ്ങിയോ, നീ നിന്നെ തന്നെ രക്ഷിക്കേ, എന്നാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. യേശു ആ വാക്കും ചെവി കൊടുത്തില്ല. ഒരു ക്രൂശിൻ്റെ ശനിയാഴ്ച ഉണ്ടെങ്കിൽ, ഒരു സൈലൻ്റ് ശനിയാഴ്ച ഉണ്ടെങ്കിൽ, ഉയർപ്പിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ഒരു ഉയർപ്പുണ്ട്, ഉയർപ്പ് ഞായറുണ്ട്. സ്തോത്രം. സ്തോത്രം. യേശുക്രിസ്തു കല്ലറയിൽ അടയ്ക്കപ്പെട്ടപ്പോൾ യഹൂദന്മാർ വിചാരിച്ചു യേശുവിൻ്റെ സഭാപണി ഇതോടെ തീർന്നു എന്ന്. എന്നാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റുകൊണ്ട് യേശുക്രിസ്തു തൻ്റെ ശക്തി വെളിപ്പെടുത്തി ശിഷ്യന്മാർക്ക് മുകളിൽ പ്രത്യക്ഷനായി. സ്തോത്രം. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം ജയിക്കുകയില്ലെന്ന് പറഞ്ഞ യേശുക്രിസ്തു തൻ്റെ സഭാപണി അനുശോചനം തുറന്നുകൊണ്ടിരിക്കുകയാണ്. 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ തന്നെ മുഴുവൻ രക്തവും ചിന്തിയെങ്കിൽ രക്തത്താൽ വീണ്ടെടുത്ത ദൈവമക്കൾ, ദൈവസഭ, ഇന്ന് ഇത് കർത്താവിൻ്റെ സഭ. സ്തോത്രം. സകല പ്രതികൂലങ്ങൾ അതിജീവിച്ചുകൊണ്ട്, സകല പ്രതിസന്ധി അതിജീവിച്ചുകൊണ്ട് ശക്തമായി മുന്നേറുകയാണ്. സ്തോത്രം. 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 ഇയ്യോബ് കഷ്ടത്തിലൂടെ കടന്നുപോയി. എല്ലാവരും നിന്ദിക്കപ്പെട്ടു. തൻ്റെ ഭാര്യ പറഞ്ഞു, ഇനിയെങ്കിലും ഈ ദൈവത്തെ തള്ളിക്കളഞ്ഞ് ചത്തുകൂടെ. എന്നാൽ ഇയ്യോബിൻ്റെ ഉറപ്പുണ്ടായിരുന്നു, ഒരു വിശ്വാസമുണ്ടായിരുന്നു. തൻ്റെ ഈ കണ്ണുകൊണ്ട് തന്നെ താൻ യേശുവിനെ കാണുമെന്ന്. ഇയ്യോബിന് സ്നേഹിതന്മാരും ഇയ്യോബിൽ കുറ്റം കണ്ടെത്താൻ ശ്രമിച്ചു. എന്നാൽ ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇയ്യോബിൻ്റെ പുസ്തകം 42 അധ്യായം ഒരു ആഘോഷത്തിൻ്റെ അധ്യായമാണ്. തനിക്ക് നഷ്ടപ്പെട്ടെല്ലാം തിരികെ ലഭിച്ചു. മക്കളും ദാസദാസന്മാരും മൃഗസമ്പത്ത് എല്ലാം തിരികെ ലഭിച്ചു. സ്തോത്രം. ദൈവത്തിന് വേണ്ടി ഉറച്ചുന്ന ഇയ്യോബിന് അത്ഭുതകരമായ ദൈവം നൽകി, ദൈവം മാനിച്ചു. സ്തോത്രം. സ്തോത്രം. ക്രൂശിക്കട്ടെ, തലയോട്ടുള്ള പത്മോസിലേക്ക് നാട് വലിച്ചെറിയട്ടെ, കത്തുന്ന തീച്ചുള്ളിലേക്ക് വലിച്ചെറിയട്ടെ, സിംഹക്കുയിലേക്ക് വലിച്ചെറിയട്ടെ. നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവവിശ്വാസത്തെ യേശു ക്രൂശിക്കപ്പെട്ടെങ്കിൽ അവൻ സകല നാമത്തിന് മേലായ നാമം ലഭിച്ചു. ഭരണാധികാരിയെ സാത്താൻ്റെ തല കാൽവറി തകർത്തുകൊണ്ട് ഭരണാധികാരിയെ പിശാചിനെ തൻ്റെ കാൽ കീഴിൽ തളച്ചു. യേശു സന്ദർഭപൂർവ്വം ഭരണാധികാരം പിടിച്ചു വാങ്ങി. നമ്മുടെ മുടിനാര് പോലും എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ വീട്ടിൽ എത്ര അരി ഉണ്ടെന്ന്, ഗ്യാസിൽ എത്ര സിലിണ്ടർ, എത്ര ഗ്യാസ് ഉണ്ടെന്ന്, നിന്റെ പേഴ്സിൽ എത്ര രൂപയുണ്ടെന്ന് യേശുവിന് അറിയാം. സ്തോത്രം. എൻ്റെ ദൈവത്തിനറിയാം. ആകാർ തുരുത്തിയിൽ വെള്ളം തീർന്നപ്പോൾ കുഞ്ഞിൻ്റെ മരണം കാണുണ്ടെന്ന് കരുതി തമ്പിമ്പാടി ദൂരയിൽ കരയുന്ന ആകാർ എന്നാൽ സ്വർഗത്തിൽ ദൈവത്തിന് ദൂതം വിളിച്ചു പറഞ്ഞു, ആകാരെ കരയേണ്ട, ബാലൻ്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു, അവനെ വലിയൊരു ജാതിയാക്കും. ആകാർ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരു ഉറവിൽ ഇഷ്ടം പോലെ വെള്ളം, കുഞ്ഞനും ആകാരം കുടിക്കുവാൻ ഇഷ്ടം പോലെ വെള്ളം ലഭിച്ചു. ദൈവം കൊടുത്താൽ പരിധിയില്ല. അന്ത്യമില്ലാത്ത അനുഗ്രഹങ്ങൾ, എണ്ണിത്തീരാത്ത അനുഗ്രഹങ്ങൾ കൊടുക്കാൻ ദൈവശക്തനക്ക. സ്തോത്രം. സ്തോത്രം. യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ, പക്ഷെ യോനയുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. യോനയിൽ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ യോനെ വീങ്ങുവാനൊരു മത്സ്യത്തെ ഒരുക്കി. നിലവിൽ ചെന്ന് മത്സ്യം ഛർദ്ദിക്കുകയും യോന നിലവിൽ മാനസാന്തരം പ്രസംഗിക്കുകയും ചെയ്തു. നിലവക്കാർ മാനസാന്തരപ്പെട്ട് ദൈവപൈതങ്ങളായി. ആഹാബിൻ്റെ കൊട്ടാരത്തിൽ ദൂത് പറഞ്ഞ് ഏലിയാവിനോട് ദൈവം പറഞ്ഞു, കെരീത്തോട്ടിൽ പോയി ഒളിച്ചിരിക്കാം. ആഹാബിൻ്റെ കൊട്ടാരത്തിൽ ഏലിയാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ല ദേശത്തിന് മഞ്ഞുമഴ പെയ്യുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം കെരീത്തോട്ടിൽ ഒളിച്ചിരിക്കും. കെരീത്തോട്ടിൽ വെള്ളം കുടിക്കുവാൻ കാക്ക പോർച്ചും കൊണ്ടു കൊടുക്കുവാനുണ്ട്. രാവിലെ വാങ്ങിയിട്ട് ഒരു ദിവസം പോയി തെറ്റാതെ ഏലിയാവിനെ പോഷിപ്പിച്ച ദൈവം. സ്തോത്രം. അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് 2 ദൂതന്മാർ വന്നപ്പോൾ 2 കാളയെ അറുത്ത് അവരെ പോഷിപ്പിച്ച അബ്രഹാം. പിന്നീട് അബ്രഹാമിൻ്റെ തലമുറ മരുഭൂമിയിലായിരിക്കുമ്പോൾ ഇറച്ചിയും അപ്പവും എല്ലാം കൊടുത്തും കൊണ്ട് അബ്രഹാമിൻ്റെ തലമുറയെ മാനിച്ചെങ്കിൽ ദൈവം ജീവിച്ചിരിക്കുന്നു. നീ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, നിന്റെ തലമുറ മാനിക്കപ്പെടും. യേശു ക്രൂശിയൊന്നും കൊണ്ട് ഗോകുൽത്ത മലയിലേക്ക് പോകുമ്പോൾ വീണ്ടും എഴുന്നേറ്റ് ക്രൂശ് താങ്ങാൻ വയ്യാതെ
പടയാളികൾ അടിയേറി നീങ്ങുമ്പോൾ കുറേനക്കാരൻ്റെ സീമ ആ സീമ ക്രൂശിൻ്റെ അഗ്രഹം താങ്ങി. അത് കാരണത്താൽ സീമാർക്ക് മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു. ഒരുത്തൻ മന്ത്രിയും ഒരു കർത്താവ് പ്രസിഡന്റ് രൂഫോസ്, അലക്സാണ്ടർ മന്ത്രി, രൂഫോസ് കർത്താവ് പ്രസിഡന്റ് രൂഫോസും ബൈബിൾ രേഖ പ്രവർത്തിക്കുന്നു. അപ്പോൾ മക്കൾ മാനിക്കപ്പെട്ടു. ദൈവത്തിന് വേണ്ടി നിന്നാൽ, ദൈവത്തിന് വേണ്ടി സഹിച്ചാൽ, ദൈവത്തിന് വേണ്ടി ദുഷ്യയിലത്ത് സഹിച്ചാൽ, ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്നാൽ ദൈവാത്ഭുതകരമായി അതിശയകരമായി ആർക്കും എത്താൻ പറ്റാത്ത വിധത്തിൽ അത്രയും ശക്തിയായി ഉയർത്തും. ആ യേശുവിന് ഫിലിപ്പിയ ലേഖനത്തിൽ കാണും, സർവനാമത്തിലും മേലായ നാമം ലഭിച്ചു. സ്തോത്രം, സ്തോത്രം. ദൈവവചനത്തിൽ കാണുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നെങ്കിൽ, പിതാവിനോട് യാചിക്കുന്നെങ്കിൽ നമുക്ക് മരണത്തെ ജയിച്ച് ഉയർത്തേന്നേറ്റാം. യേശു ദൈവത്തിന് വലത്തുഭാഗത്തിരുന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥണക്കുകയാണ്. അഡ്വക്കേറ്റായി സ്തോത്രം നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യാൻ വാദിക്കുകയാണ്. ആ യേശുവിൻ ദൈവത്തിലേക്ക് യേശുവിലൂടെ പ്രാർത്ഥിച്ച, യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിച്ച തിരുവചനം പറയുന്നു, പുത്രൻ്റെ നാമത്തിൽ അപേക്ഷ പിതാവ് പുത്രനെ മഹത്വപ്പെടാൻ എന്തും ചെയ്ത് എല്ലാം ചെയ്തു തരാമെന്ന് വാക്തത്വമുണ്ട്. ആ പുത്രൻ്റെ നാമത്തിൽ അപേക്ഷിച്ച സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടതെല്ലാം തന്നുകൊണ്ട് രണ്ടുപേർ ഐക്യമെന്ന് വിട്ട് പ്രാർത്ഥിച്ച് എന്ത് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞ ദൈവം നമ്മുടെ ഐക്യതയെങ്കിൽ ദൈവം സ്വർഗം ചായച്ചറി നമ്മൾ അനുഗ്രഹിക്കാൻ മാനിക്കുവാനിടയാകും. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ഡിറ്റോ വടക്കൻ ആക്കിക്കാവ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം.